ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് മൃദംഗനാദത്തിൻ്റെ തലേദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 2:30 ആയപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ റിഹേഴ്സലായിരുന്നു. അപ്പോൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ഞങ്ങൾ മൂന്നാളും കൂടെ പോയി കുറച്ച് ഷോപ്പിംഗ് പൊട്ടൊക്കെ വാങ്ങി ഞാൻ മറന്നുപോയി, അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി അതിന് മുമ്പ് തന്നെ ഞാൻ അൾത്തിയിട്ടിട്ടാണ് പോയി ഫ്രഷായി വന്നപ്പോഴത്തേക്ക് കയ്യിലുണ്ടായിരുന്ന അൾത്തയല്ല, ഞാൻ മെഹന്തിയാണ് ഇട്ട്. എനിക്ക് അൾത്തിടാൻ പറ്റത്തില്ല, പെട്ടെന്ന് സ്വെറ്റാവുന്നതുകൊണ്ട് മാഞ്ഞു പോകും. ഇത് മറ്റേ പെട്ടെന്ന് ചുമക്കുന്ന മൈലാഞ്ചി ഉണ്ടല്ലോ, അതേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കണ്ട പൊട്ടും പൊടിയായിട്ട് ഞാൻ ഫ്രഷായി കഴിഞ്ഞപ്പോൾ അതുപോലെയും കയ്യിൽ നിന്ന് പോയി. ഫുള്ള് കറുത്തൊരുമാതിരി ആയിപ്പോയി. എന്താണോ ചെയ്തത്? ഇതിൽ നല്ല സാധാ മെഹന്തിയായിരുന്നു. കുറച്ച് നേരം നമ്മൾ അതും വെച്ചുകൊണ്ട് ഇരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് പോയി കയ്യിൽ നിന്ന്. പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ കയ്യിലും കാലിലും ഒന്നുമില്ല, മയം മാത്രമേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി, ഞാനൊരു 4 ആയിപ്പോൾ എഴുന്നേറ്റ് കേട്ടോ, ഫ്രഷായി. അതെൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി, എല്ലാവരോടും പറയണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഫൈനൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞാനൊരു 8:45 തന്നെ ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി. അമ്മ എന്നെ ഒരുക്കിയിട്ടാണ് അമ്മ പോയത്. അമ്മ ട്രെയിനിൽ നേരെ അങ്ങ് വരികയുള്ളൂ. അപ്പോൾ നമ്മളോട് 9:50 എത്തണമെന്ന് പറഞ്ഞു. ഞാൻ 9:15 ആയപ്പോഴത്തേക്ക് എത്തി. കാരണം പിന്നെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ, അമ്മ പോയില്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങ് ഇറങ്ങി. പിന്നെ ഫ്രണ്ട്സെല്ലാം എത്തി. നമ്മളൊരു 11 മണിയായപ്പോഴാണെന്ന് തോന്നുന്നു ബസ് വിട്ടത്. കയറിയ പാടെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉറക്കായി. പിന്നെ അങ്ങനെ ഉറങ്ങി കുറച്ച് മേക്കപ്പ് പോയി. പിന്നെ ഞാൻ ബസ്സിലിരുന്ന് തന്നെ കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ 1 മണിയായപ്പോൾ എത്തി. അപ്പോൾ 1 മണിയായപ്പോൾ എത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും എൻ്റെ ഹസ്ബൻഡൊക്കെ എത്തി. പിന്നെ നമ്മളൊരു 3:30 ആയപ്പോഴാണ് ഉള്ളിൽ കയറി. എനിക്ക് ഫോണൊന്നും എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എവിടെ വെക്കാനാണ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പലരുടെ കയ്യിലും ഉണ്ടായിരുന്നു. അവർക്ക് എവിടെ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം നമുക്ക് വെക്കാനൊന്നുമുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫോണൊന്നും എടുക്കാനാണ് പോയത്. പിന്നെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് പണി കിട്ടിയത് കയറിയപ്പോൾ തന്നെ നമുക്ക് വെള്ളം അവർ തരണ്ടല്ല, അവർ തന്നില്ല. നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വെള്ളം തന്നത്. കാരണം അത്രയും വെയിലെല്ലാം കൊള്ളുകയാണ്. ആ വെയിൽ ഫുള്ള് ഞാൻ കൊണ്ട്, കാരണം ഓരോ സൈഡിൽ വെയിൽ മാറിക്കഴിയുമ്പോൾ ആ വെയിലത്തോട്ടാണ് അവർ നീക്കി അടുത്തത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ വെയിൽ ഫുള്ള് ഞാൻ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ നമുക്ക് വെള്ളം എത്തിക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമുക്ക് വെള്ളത്തിന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അയ്യോ വെള്ളം ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിച്ച്. കാരണം നമ്മൾ അത്രയും ക്ഷീണിച്ചല്ലേ വരുന്നത്. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2 മിനിറ്റ്സ് ഒരു ട്രയൽ ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ 6:30-7 മണിയോളമായി. പിന്നാണ് ഫൈനലിട്ട്. ചലനം ദ്രുതചലനം മായി മാറേണമേ പദചലനം ദ്രുതചലനം ഹിമഗണമായി മാറേണമേ പദചലനം ദ്രുതചലനം അപ്പോൾ ഇത് നമ്മുടെ ഡാൻസിൻ്റെ ഒരു കുറച്ച് പോർഷനാണ്, ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല, കാരണം അതൊരു 10 മിനിറ്റ് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ലാസ്റ്റ് അവർ റെക്കോർഡ് അനൗൺസ് ചെയ്ത് പിന്നെ നമ്മളൊരു 10 മിനിറ്റും കൂടി അവിടെ ഇരുന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായെന്നും MLA വീണ് ആക്സിഡൻ്റ് ഉണ്ടായെന്നും ഒക്കെ നമ്മൾ അറിയുന്നത്. അതിന് മുമ്പ് നമ്മൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇത് ഓർഗനൈസ് ചെയ്തവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫായിട്ട് നോക്കിയാൽ നമുക്ക് ഇത്രയും വലിയൊരു അപകടം ഒഴിവാക്കാം. ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ അതിൻ്റേതായ സേഫ്റ്റിയിൽ വേണ്ടേ എല്ലാം സെറ്റാക്കാനായിട്ട്.
ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് കേട്ടോ എനിക്ക് മോശം അഭിപ്രായമുള്ളത്. അതർവൈസ് ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ നടക്കുന്ന ഇപ്പോൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം അതെല്ലാം എല്ലാവർക്കും അറിയാം. ആരും നിർബന്ധിച്ചൊന്നുമല്ല ഇതിലേക്ക് വന്നതൊന്നും, എല്ലാവരുടെയും സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ആവശ്യമില്ലാത്തൊരു ടോക്ക് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒന്നും മിണ്ടാണ്ടിരുന്നത്. പിന്നെ പലരും എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്തോട് ജസ്റ്റ് എന്താണെന്ന് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആക്കാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയാൾ. അങ്ങനെ ഓൾമോസ്റ്റ് ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. അങ്ങനെ എൻ്റെ ഇനി ഇതെല്ലാം അഴിച്ചു മാറ്റണം. ഈ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.